പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിക്കാൻ തയ്യാറായത് എന്ന് സി കൃഷ്ണകുമാർ. തന്നെക്കാൾ നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. കൗൺസിലർമാരെ കുറിച്ച് ഒരു അധിക്ഷേപവും ഇല്ല എന്നും കൃഷ്ണകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൗൺസിലർമാർ ഒരുമിച്ച് നിന്നു തന്നെയാണോ? 28 ആളും കൃത്യമായിട്ട് അവരുടെ വാർഡുകളിൽ അവർ ഗൃഹസമ്പർക്കം നടത്തിയിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച അഡീഷണൽ ആയിട്ട് ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യാതൊരു പരാതിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനോ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന നേതൃത്വം ഒരാളും ഉന്നയിച്ചിട്ടില്ല. ഈ 18 പേർക്കെതിരെ പരാതി നൽകി എന്നുള്ള വാർത്തകൾ വരുന്നു. ഞങ്ങളാരും പരാതി നൽകിയിട്ടില്ല. ഇത് ആകാശത്തുനിന്ന് എങ്ങനെ പൊട്ടി വീണു എന്നുള്ളത് അറിയില്ല. ഇത് മാധ്യമ സൃഷ്ടിയാണ്. ഒരാൾക്കെതിരായിട്ടും പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ള അഭിപ്രായമില്ല. ഞങ്ങളുടെ ഏതെങ്കിലും കൗൺസിലർമാർ പ്രവർത്തിച്ചില്ല എന്നോ അല്ലെങ്കിൽ കൗൺസിലർമാരുടെ വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ ഈ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ടായത് ഒരു ഇതുമില്ല. അവർ തുടക്കം മുതൽ അവരുടെ അമ്മ ഹോസ്പിറ്റലായിരുന്നിട്ട് പോലും അവർ ആത്മാർത്ഥതയോടുകൂടിയിട്ട് കാലത്ത് മുതൽ രാത്രി വരെ വളരെ വൈകിയത് വരെ ഇവിടെ നിന്ന് രാത്രി വീട്ടിൽ പോയി അടുത്ത ദിവസം തിരിച്ചു വരിക. ഞാൻ ഒരു കണ്ണാടി പഞ്ചായത്തിൽ റോഡ് ഷോ നടക്കുന്ന സമയത്താണ് രാത്രി 9:45 അവർ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകുന്നത്. കാറ് നിർത്തി എന്നെ വിഷ് ചെയ്തിട്ടാണ് പോയത്. ചോദിച്ചു അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി രാവിലെ നേരത്തെ വരും. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു സാധാരണ പ്രവർത്തകൻ തൊട്ട് BJPയുടെ സംസ്ഥാന നേതാക്കൾ വരെയുള്ള ആൾക്കെതിരെ ഒരു പരാതിയില്ല. ഞാൻ 100% സ്ഥാനാർത്ഥി പ്രവർത്തനത്തിൽ തൃപ്തനാണ്. ഈ പ്രമീള ശശിധരൻ പറയുന്നത് പല സ്ഥലങ്ങളിലും ക്യാമ്പയിന് പോയപ്പോൾ അവർ പറയുന്നു നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി മാത്രമാണോ ഉള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു. അത്തരം വികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കും. സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് പല ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കണമെന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. പ്രമീള ശശിധരൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പത്രസമ്മേളനം കണ്ടിരുന്നു. നിങ്ങൾ അവർ പറയാത്ത വളച്ചൊടിക്കാൻ മാതൃഭൂമി ശ്രമിക്കേണ്ട. ശശിധരന്റെ പത്രസമ്മേളനം ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കുന്നു. അങ്ങോട്ട് എന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ട സംസ്ഥാന അല്ല അത് അങ്ങനെ എനിക്ക് അതിൽ അഭിപ്രായം ഇല്ല എന്നാ പറഞ്ഞത്. നിങ്ങളത് അതിനുശേഷം അവർ പറഞ്ഞതുണ്ട്. എൻ്റെ റെക്കോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് അങ്ങനെ എൻ്റെ സ്വത്ത് വിവരം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളുടെ അറിയാലോ. സ്വത്ത് വിവരം അത്രയും ബോധമില്ലാത്ത ആളല്ലല്ലോ. അത്രയും ബോധമില്ലാത്ത ആളുകളല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലേക്കോ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്ന സമയത്ത് സ്വത്ത് വിവരം കൊടുക്കണം. ലോകായുക്തയ്ക്ക് 6 മാസം കൂടുമ്പോൾ സ്വത്ത് വിവരം നഗരസഭാ കൗൺസിലർമാർ കൊടുക്കണം. ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. സുതാര്യമല്ല, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. ഡൗൺലോഡ് ചെയ്യട്ടെ, പരിശോധിക്കട്ടെ. പ്രമീള ശശിധരൻ അത് പറഞ്ഞിട്ടില്ല എന്നുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ കണ്ടാണ് വാർത്താ സമ്മേളനം. നിങ്ങൾ വളച്ചോടിക്കണ്ട. ഈ നഗരസഭ എല്ലാ കൗൺസിലർമാരുടെ അഭിപ്രായമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നം അങ്ങനെ ഉണ്ടോ? അല്ല, അതിപ്പോൾ വിലയിരുത്തൽ യോഗം നടക്കുന്ന സമയത്ത് നമ്മുടെ മുഴുവൻ ആളുകൾക്ക് ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ് മുതൽ പറയാനുള്ള ഇതുണ്ടല്ലോ, അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ, പറയാമല്ലോ. ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വോട്ട് ലഭിച്ചനെ കൃഷ്ണകുമാറിനെക്കാട്ടും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന BJPയുടെ നിരവധി നേതാക്കൾ കേരളത്തിലുണ്ടെന്ന് എന്താ സംശയം? കുമ്മനം രാജേട്ടനിലെ, രാജേട്ടനിലെ, V മുരളീധരനിലെ, രാജീവ് ചന്ദ്രശേഖറിലെ, ശ്രീ സുരേഷ് ഗോപിയിലെ, K സുരേന്ദ്രനിലെ BJPയുടെ കൃഷ്ണകുമാർ സാധാരണ ഒരു പ്രവർത്തകനാണ്. BJPയിൽ എന്നെക്കാട്ട് ജനസമ്മതിയുള്ള, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, വളരെ പരിചയസമ്പന്നരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ. ഞങ്ങളുടെ പാർട്ടിയിൽ നേതാക്കന്മാരുടെ കുറവുള്ള പാർട്ടിയല്ല.